ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ചയിലേക്ക് വെക്കുന്നത് പ്ലസ് ടു ഹിസ്റ്ററിയിലെ 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. കേരള ചരിത്രമാണ് ഇതിൽ കൂടുതലും മുൻപോട്ട് വെക്കുന്നത്. നമ്മളിതിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട 2 ഭാഗത്തെ മാറ്റിവെക്കുമ്പോൾ അതിലൊന്ന് തിണകൾ എന്ന് പറയുന്ന ഭാഗം തന്നെയാണ്. തിണകളെ കുറിച്ച് പറയുമ്പോൾ സംഘം കൃതികളിൽ വ്യത്യസ്ത തൊഴിൽ രീതികൾക്കുള്ള 5 തിണകളെ കുറിച്ച് പറയുന്നുണ്ട്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ് ആ 5 തിണകൾ. കുറിഞ്ഞി പർവ്വത പ്രദേശവും, മുല്ലൈ വനപ്രദേശവും, പാലൈ വരണ്ട പ്രദേശവും, മരുതം നദീതല പ്രദേശങ്ങളും, അതുപോലെ തന്നെ കൃഷിയോഗ്യമായ ഭാഗവും, നെയ്തൽ തീരപ്രദേശവും. ഇങ്ങനെയാണ് ഈ 5 തിണകളെ കുറിച്ചും പറയുന്നത്. അപ്പോ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ 5 തിണകളും എങ്ങനെയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതില് ഈ 5 തിണകളിലും എന്തായിരുന്നു ഉപജീവന മാർഗം എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഭൂമിശാസ്ത്രം കിട്ടിയാൽ തന്നെ അവിടെ എന്താണ് ഉപജീവന മാർഗം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ 5 തിണകളിലെയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ പഠിച്ചു വെക്കാം. ബാക്കി അവിടുത്തെ ജോലി എന്താണെന്നുള്ളത് നമ്മളത് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. അതിലേക്ക് വരുമ്പോ ഫസ്റ്റ് തിണയായിട്ട് പറയുന്ന കുറിഞ്ചി. അവിടുത്തെ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് പർവ്വത പ്രദേശമാണെന്നാണ്. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വേട്ടയാടലും ഭക്ഷണ ശേഖരണവുമായിരുന്നു കുറിഞ്ഞിയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്നാണ്. കാരണം പർവ്വത പ്രദേശങ്ങളും ഒക്കെ അടങ്ങിയതാണ്. അപ്പൊ അവിടെയുള്ള ഒരു വേട്ടയാടിയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും പർവ്വത പ്രദേശങ്ങളെ വലിയ മലകളായിട്ടൊക്കെ നിൽക്കുമ്പോൾ അവിടെ കൃഷി ചെയ്തോ ഇല്ലെങ്കിൽ അവിടെ മറ്റൊന്നും ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. അവിടെ പ്രത്യേകിച്ചും വേട്ടയാൾ തന്നെ ആയിരിക്കും ജോലിയുടെ പ്രധാനപ്പെട്ട സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മുല്ലകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വനപ്രദേശമാണ് മുല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേച്ചിൽ പ്രദേശങ്ങളായിരുന്നു ഈ തിണയിലെ നിവാസികളുടെ പ്രധാന ഉപജീവന മാർഗം. കാലിമേക്കലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമതാണ് മുല്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുല്ല ഒരു വനപ്രദേശമാണ്. ഇവിടെ നാൽക്കാലികളെ മേച്ചായിരുന്നു ജനങ്ങൾ ഉപജീവന മാർഗം കഴിച്ചിരുന്നത്. കാരണം ഇങ്ങനൊരു വനപ്രദേശമാവുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ പുല്ലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു വളർത്തുമൃഗത്തെ വളർത്താൻ പറ്റും അതിനുള്ള സാഹചര്യങ്ങൾക്ക് ഒതുങ്ങുന്ന ഒരു ഏരിയ ആണല്ലോ. അതുകൊണ്ട് തന്നെ മുല്ലയുള്ളവർ കൂടുതലും വളർത്തു മൃഗങ്ങളെ കന്നുകാലികളെയൊക്കെ വളർത്തിയാണ് ജീവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് മരുതം ഒരു നദീതട പ്രദേശമാണ്. നദീതട പ്രദേശമാകുമ്പോൾ അവിടുത്തെ പ്രധാന തൊഴിൽ കൃഷി തന്നെയായിരിക്കും. കാരണം ഫലഭൂഷ്ടമായ മണ്ണ് അവിടെ ഉണ്ടായിരിക്കും. കൃഷികൾ പെട്ടെന്ന് പുഷ്ടിയോടുകൂടി വളരാൻ പറ്റുന്ന രീതിയിലെ മണ്ണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് അത് കൃഷി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നാലാമത്തത് പാലയാണ്. പാലൈ ഒരു വരണ്ട പ്രദേശമാണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അതിനവിടെ കൃഷി നടക്കൂല, കന്നുകാലികളുടെ മേഖല നടക്കൂല, കാരണം വരണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ കവർച്ചയും കൊള്ളയും നടത്തിയാണ് ഉപജീവന മാർഗം കഴിച്ചിരുന്ന് പറയുന്നുണ്ട്. മറവർ, യൈനർ, അതുപോലെ തന്നെ വെട്ടുവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. പാലയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ തിണയായിട്ട് പറയുന്നത് തീരദേശമായ നെയ്തൽ. തീരദേശമായതുകൊണ്ട് തീരദേശത്തുള്ള ഒരു ജോലി ചെയ്യുന്നത് എന്തായിരിക്കും? മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയായിരിക്കും. അതുകൊണ്ട് തന്നെ തീരദേശമായതുകൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ പ്രധാന തൊഴിൽ മീൻപിടുത്തവും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളായിരുന്നു. ഇങ്ങനെയാണ് ഈ 5 തിണകളെ കുറിച്ചും പറയുന്നത്. തിണകളെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്പർ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമാണ്, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു ഭാഗമാണ് പെരുമാറ്റച്ചട്ടം അഥവാ കച്ചം എന്ന് പറയുന്നത്. എന്താണ് പെരുമാറ്റച്ചട്ടം അഥവാ കച്ചം എന്ന് പറയുന്നത്? പെരുമാൾ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നിയമ സംഹിതകളാണ് കച്ചം. നിയമം ലംഘിക്കുന്നവർ വിവിധങ്ങളായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടിയിരുന്നു. ഊരുവിലക്ക്, പദവിയിൽ നിന്ന് പുറത്താക്കൽ, സ്വത്ത് കണ്ടുകെട്ടൽ, ബഹിഷ്കരണം
മുതലായവയായിരുന്നു പ്രധാന ശിക്ഷാവിധികൾ. ഇക്കാലത്ത് പ്രധാന കച്ചമായിരുന്നു മുഴക്കുളം കച്ചം. മുഴക്കുളം കച്ചത്തിന് പുറമെ കടങ്കാട് കച്ചം, തവരന്നൂർ കച്ചം, ശങ്കരമംഗലത്തു കച്ചം, കൈതവാരത്തു കച്ചം എന്നിങ്ങനെ 4 പ്രാദേശിക കച്ചങ്ങൾ കൂടി അക്കാലത്ത് നിലനിന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ കച്ചത്തെ കുറിച്ച് കൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. ഈ 2 ഭാഗമാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇതിന്റെ കൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഓക്കെ, മറ്റൊരു ഭാഗവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.